ആദ്യ ചോദ്യം കോക്കനട്ട് ഷെൽ ലെറ്റർ ഡാഷ്. കോക്കനട്ട് ഉള്ളത് ഷെല്ലിലാണ്, ഷെല്ലിനകത്താണ് കോക്കനട്ട്. അങ്ങനെയെങ്കിൽ ലെറ്റർ ഏതിനകത്താണ്? ഓപ്ഷൻ സി എൻവലപ്പ്. രണ്ടാമത്തെ ചോദ്യം ക്ലോക്കിലെ സമയം 11:40 ഒരു കണ്ണാടിയിലെ പ്രതിബിംബം കാണിക്കുന്ന സമയം ഏത്? ഇവിടെ ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള സമയം 11-നേക്കാൾ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് 23:60 നിന്ന് 11:40 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കും 0, 2, 2, 1, 12:20 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ തന്നിട്ടുള്ള സമയം 11-നേക്കാൾ കുറവാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 11-നേക്കാൾ കൂടുതലാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. അടുത്ത ചോദ്യം CBE എന്നാൽ BAD എങ്കിൽ GmbH എന്ത്? ആദ്യത്തെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക. സിക്ക് ബി ആണ് വന്നത്. അതെങ്ങനെ വന്നു? സിക്ക് തൊട്ട് മുൻപുള്ള ലെറ്റർ ബി ആണ്. അങ്ങനെയെങ്കിൽ ജിക്ക് അതിന് തൊട്ട് മുമ്പുള്ള ലെറ്റർ പറഞ്ഞാൽ ജിക്ക് തൊട്ട് മുൻപുള്ള ലെറ്റർ എന്ന് പറയുന്നത് എഫ് ആണ്. അപ്പോൾ എഫിൽ നോക്കുമ്പോൾ ഓപ്ഷൻ സിയും ബിയും ക്യാൻസലായി, ബാക്കിയുള്ളത് ഫുഡ്, ഫ്ലാഗ്. വീണ്ടും നോക്കുക, ബി കഴിഞ്ഞിട്ട് എ വന്നു, അതായത് ബിയുടെ തൊട്ട് മുൻപുള്ള എമ്മിന് തൊട്ട് മുൻപുള്ള ഏത് ലെറ്ററാണ്? എല്ലാണ്, FL. അപ്പോൾ FL ഉള്ളത് ഓപ്ഷൻ ഡി മാത്രം. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ആൻസർ ബബിൾ ചെയ്യാം. മൊത്തം നോക്കാൻ നിന്ന് സമയം കളയണ്ട. അടുത്ത ചോദ്യം 9753 IGEC എന്നെഴുതിയാൽ 4236 എങ്ങനെ എഴുതാം? നമുക്ക് നോക്കാം. ഐ എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്ററാണ്. ഫോർവേഡിൽ എക്ക് 1, ബിക്ക് 2 അങ്ങനെ കൊടുക്കുമ്പോൾ ഐക്ക് 9, ജിക്ക് 7, ഇക്ക് 5, സിക്ക് 3. അങ്ങനെയെങ്കിൽ 4ാമത്തെ ലെറ്റർ ഏതാണ്? ഡി ആണ്. 2ാമത്തെ ലെറ്റർ ബി ആണ്. അപ്പോൾ ഓപ്ഷനിൽ വേഗം ഓരോന്നും എഴുതുമ്പോൾ കണ്ണോടിച്ച് നോക്കുക. അപ്പോൾ ഡി, ബി ഉള്ളത് ഓപ്ഷൻ ബി മാത്രം. അപ്പോൾ ആൻസർ വേറെ ബാക്കി നോക്കി സമയം കളയണ്ട, അത് തന്നെയാണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്താനാണ്. CEFH ഇതെങ്ങനെ വന്നേ? ഒരു ഇടയ്ക്ക് ഡി കഴിഞ്ഞിട്ട് ഇ വന്നു, പക്ഷേ ബാക്കിയെല്ലാം അടുത്തടുത്താണ് വന്നത്. എന്നാൽ ബാക്കിയുള്ളതെല്ലാം നോക്കുക, എൽ കഴിഞ്ഞ് എം കഴിഞ്ഞ് എൻ വരണം, ഒ കഴിഞ്ഞ് പി വരണം, ക്യൂ കഴിഞ്ഞ് ആർ വരണം. ഒന്നിടവിട്ടുള്ള ലെറ്റേഴ്സ് ബാക്കി എല്ലാത്തിലും. എന്നാൽ ഈ ഒരു സീരീസ് മാത്രമാണ് ഒന്നിടവിട്ട് വരാത്തത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം 2000 ഡിസംബർ 11 തിങ്കളാഴ്ചയായാൽ 2001 ഡിസംബർ 12 ഏതാണ് ദിവസം? അപ്പോൾ ഇവിടെ ലീപ്പ് ഇയറൊക്കെയാണ് നോക്കേണ്ടത്. 2000 ലീപ്പ് ഇയർ ഉണ്ട്, എന്നാൽ ഡിസംബർ 11 ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ള മാസമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ലീപ്പ് ഇയർ പരിഗണിക്കേണ്ട കാര്യമില്ല. തൊട്ടടുത്ത വർഷം ഡിസംബർ 12. 2000 ഡിസംബർ 11 തിങ്കളാഴ്ചയായാൽ 2001 ഡിസംബർ 11 1 കൂട്ടിയാൽ മതി, ചൊവ്വ ആയിരിക്കും. നമുക്കിവിടെ 11 ചോദിച്ചത്, 12 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും 1 കൂടി കൂട്ടുക. അടുത്ത ദിവസം ചൊവ്വ കഴിഞ്ഞിട്ട് ബുധനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം ഡയറക്ഷൻ പ്രോബ്ലമാണ്. ആദ്യമേ തന്നെ വരയ്ക്കുന്നു. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. രാജു വീട്ടിൽ നിന്നും പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ, അപ്പോൾ ഇങ്ങോട്ട് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ശേഷം ഇടത്തോട്ട് 3 കിലോമീറ്റർ, അപ്പോൾ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ ഇടത് ഭാഗം താഴോട്ട് ആയിരിക്കും. 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്നും വീണ്ടും 2 കിലോമീറ്റർ ഇടത്തോട്ട്, അപ്പോൾ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന അയാളുടെ ഇടത് ഭാഗം. ഇവിടെ ഇങ്ങോട്ട് ആയിരിക്കും 2. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ. എന്നാൽ രാജു ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഡിസ്റ്റൻസ് എത്രയാണ്.
ഇത് മുതൽ ഇതുവരെ 10, ഇത് മുതൽ ഇതുവരെ 2, ബാക്കി 8. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇങ്ങോട്ട് 3 സഞ്ചരിച്ചു, ഇങ്ങോട്ട് 3 സഞ്ചരിച്ചു, മൊത്തം 6. അപ്പോൾ 8ഉം 6ഉം. നമുക്ക് ഈ പോയിന്റിൽ നിന്നുള്ള ഇത്രയും ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ സൈഡ് 8 കിട്ടി, ഈ സൈഡ് 6 കിട്ടി. അങ്ങനെയെങ്കിൽ കർണം കണ്ടുപിടിക്കാൻ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ 8² പ്ലസ് റൂട്ട് 8² പ്ലസ് 6 സ്ക്വയർ 8 64 6 36 റൂട്ട് 100 എന്ന് കിട്ടും. റൂട്ട് 100ൻ്റെ വാല്യൂ 10. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സജിയുടെ അച്ഛൻ ഗോപാലൻ വിജയൻ്റെ മകനാണ്. അപ്പോൾ സജി ഏറ്റവും താഴെ എഴുതി. സജിയുടെ അച്ഛൻ ഗോപാലൻ വിജയൻ്റെ മകനാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? വിജയൻ്റെ മകനാണ് ഗോപാലൻ, ഗോപാലൻ്റെ മകനാണ് സജി. ഗോപാലിൻ്റെ മക്കളാണ് സജിയും സുധയും. അപ്പോൾ സജി എഴുതിയിട്ടുണ്ട്, ഇനി ഒരാളുടെ ഉണ്ട് സുധ. എങ്കിൽ വിജയനും സുധയും തമ്മിലുള്ള ബന്ധം, വിജയൻ്റെ മകൻ്റെ മകൾ, അതായത് പൗത്രി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം ക്രിയ ചെയ്യാനാണ്. ക്രിയ ചെയ്യുമ്പോൾ മിശ്രഭിന്നമാണ് തന്നിട്ടുള്ളത്. അതിനെ ആദ്യം വിഷമ ഭിന്നമാക്കുക, എന്നിട്ട് ക്രിയ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം അതെങ്ങനെയാക്കും? ഛേദത്തിലുള്ള 6 ആദ്യ മിശ്രഭിന്നമാണ് നമ്മൾ എടുക്കുന്നത്. ഛേദത്തിലുള്ള 6 അതുപോലെ എഴുതി താഴെ. ഇനി ചെയ്യേണ്ടത് ഇവയെ തമ്മിൽ ക്രോസ് ആയിട്ടൊന്ന് ഗുണിക്കുക. 6 48 പ്ലസ് 5, 48ഉം 5ഉം 53. അടുത്തത് എങ്ങനെ ചെയ്യും? 4 അതുപോലെ എഴുതി. 2 × 4 8, 8 പ്ലസ് 3 11. അടുത്ത് നോക്കാം. 3 അതുപോലെ എഴുതി. 3 × 4 12 പ്ലസ് 2 14. ഇനി ഇതിനൊന്ന് ക്രിയ ചെയ്തെടുത്താൽ മതി. നമുക്ക് LCM എടുത്ത് ചെയ്യാം. LCM എടുത്ത് ചെയ്യുമ്പോൾ LCM എത്ര വരും? ഡിനോമിനേറ്ററിൻ്റെയാണ് നോക്കേണ്ടത്. 12 എടുക്കാം. കാരണം 12 6ലും പോകും, 4ലും പോകും, 3ലും പൂർണ്ണമായും പോകും. അപ്പോൾ 12 എടുക്കുന്നു. 6ൽ 2 പ്രാവശ്യമാണ്. 2 × 53 ചെയ്യണം. 106 പ്ലസ് 4ൽ 3 പ്രാവശ്യമാണ് 12 ഉള്ളത്. 12ൽ 4 പ്രാവശ്യം 3 ഉണ്ട്. അപ്പോൾ 3 × 11 33. 12ൽ 3 4 പ്രാവശ്യമുണ്ട്. 4 × 14 40 56 ഡിവൈഡ് ബൈ 12. 106 33 56 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 195 ലഭിക്കും. 195 ഡിവൈഡ് ബൈ 12 ചെയ്യാം. ഒരു 12 7 5 6 പ്രാവശ്യം 72 ശിഷ്ടം 3. ഇനി എങ്ങനെ എഴുതും? ആൻറ്റി ക്ലോക്ക് വൈസിൽ എഴുതുക. 16 12 3 ആൻറ്റി ക്ലോക്ക് വൈസിൽ എഴുതുക. ഇനി 3ഉം 4 പ്രാവശ്യമാണ് 1. അപ്പോൾ 16ഉം 4ൽ 1. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 8% 72 ആയാൽ 8% 72 ആയാൽ സംഖ്യയുടെ 20% എക്സ് എത്ര? ക്രോസ് നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. ക്രോസിലൊന്ന് ചെയ്താൽ മതി. 72 × 20 ബൈ 8. 9 പ്രാവശ്യം 9 × 2 18 0 180. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്രിയ ചെയ്യാനാണ്. 17.1 ഡിവൈഡ് ബൈ 3.8 ബൈ 36 മൈനസ് 35.5. നമുക്ക് 17.1 ബൈ 3.8. അപ്പോൾ അതിന് നമുക്ക് 17.1 ബൈ 3.8. അപ്പോൾ താഴെ മേളിൽ പോയിൻ്റ് സംഖ്യയല്ല 1 ആയതുകൊണ്ട് 10 കൊണ്ട് ഗുണിക്കുവാണ്. അപ്പോൾ എന്താവും?
171/38. വിലയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ആദ്യത്തെ സെറ്റ് എഴുതി. താഴെ 36 - 35.5 എത്രയാണ്? 0.5. അപ്പോൾ ഡിവൈഡ് ബൈ ആണ്. അപ്പോൾ ഇൻറ്റു 1/0.5. ഈ 0.5 മാറ്റാൻ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 0.5 മാറി 5 ആകും. ഇവിടെ ഡിവൈഡ് ചെയ്തുകൊണ്ട് മുകളിൽ 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഈക്വേഷൻ ഈക്വൽ ആവും. ഇനി നമുക്ക് ചെയ്യാം 17 10/38 ഇൻറ്റു 5. ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഓപ്ഷൻ ബി കിട്ടും. 9 ആൻസർ. അടുത്ത ചോദ്യം 1-നും 10-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യയുടെ ശരാശരി. 1-നും 10-നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 3, 5, 7. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ട് മാത്രം പൂർണ്ണമായും ഭാഗിക്കാൻ പറ്റുന്ന സംഖ്യകൾ. 3 × 2 5, 5 × 10, 10 × 17. 17/4 ശരാശരി 4 ആണ്. 4 4 16 ശിഷ്ടം 1. അപ്പോൾ എഴുതുമ്പോൾ 4 4 1 4 എന്ന് പറയുന്നത് 0.25 ആണ്. അപ്പോൾ 4.25 ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. എയും ബിയും ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ബിയും സിയും അതേ ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. സിയും എയും കൂടി ആ ജോലി 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എന്നാൽ എയും ബിയും സിയും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പം നമുക്കിത് LCM എടുത്ത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതിൻ്റെ LCM ഏതാണ്? 60 കിട്ടുന്നത്. 10 12 15 60. 60-ൽ 10 6 പ്രാവശ്യം, 12 5 പ്രാവശ്യം, 15 4 പ്രാവശ്യം. ഈ കിട്ടിയത് നമ്മുടെ എഫിഷ്യൻസി. ഇനി ഇതിനെ അങ്ങ് മറക്കുക. നമ്മളിനി ഇത് വച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, എയും ബിയും കൂടി ഇതിന് ആലോചിക്കാൻ നമുക്ക് ഉള്ള മൊത്തം വർക്ക് എന്നാണ് ഈ LCM 60. നമ്മുടെ കയ്യിൽ മൊത്തം വർക്ക് 60. എയും ബിയും ഒരു ദിവസം 6 വർക്ക് ചെയ്യും. ബിയും സിയും ഒരു ദിവസം 5 വർക്ക് ചെയ്യും. സിയും എയും ഒരു ദിവസം 4 വർക്ക് ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു ദിവസം ഇവർ എത്ര വർക്കാണ് ചെയ്യുന്നത്? 6 4 10 + 15. അപ്പോൾ ഇവർ ഒരുമിച്ച് ഒരു ദിവസം 15 വർക്ക് ചെയ്യും. നമുക്ക് ചെയ്യേണ്ട വർക്ക് 60 എങ്കിൽ ഒരു ദിവസം 60/15 4. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നാണ് 4 ചെയ്യുന്നത്. ഓക്കെ, രണ്ടുപേരും ഉൾപ്പെട്ടത് കൊണ്ട് ഇനി ഫൈനലായിട്ട് ഈ കിട്ടുന്നതിന് ആ ഇൻറ്റു 2 ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം ഇവർ പെയറായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ കിട്ടുന്ന ആൻസറിനെ 2 കൊണ്ട് ഗുണിക്കാൻ മറക്കരുത്. ഇവിടെ ഓപ്ഷനിൽ 4 തന്നിട്ടിരുന്നെങ്കിൽ അത് ട്വിസ്റ്റായിട്ടുള്ള ചോദ്യമായേനെ. കാരണം ഇങ്ങനെ കിട്ടുമ്പോൾ ആദ്യം 4 എഴുതി വയ്ക്കും. എന്നാൽ ഇവിടെ പെയറായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇൻറ്റു 2 ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. 4 × 2 8. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിലോടുന്ന 150 മീറ്ററുമുള്ള തീവണ്ടി 250 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം വേണം? ബേസിക് ഇക്വേഷൻ എന്താണ്? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്ക് ടി ആണ് വേണ്ടത്. അപ്പോൾ D/S ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 150 മീറ്റർ, 250 മീറ്റർ, 400 മീറ്റർ ആണ്. സ്പീഡ് 72 ആണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കി ആക്കണം. ഇൻറ്റു 5/18 കൊണ്ട് ഗുണിക്കുന്നു. ഇൻറ്റു 5/18 താഴെ എഴുതേണ്ട, അത് മുകളിൽ പോകുമ്പോൾ ഇൻറ്റു 18 ആകും. നമുക്കിനി ക്രിയേറ്റ് ചെയ്യാം. 4 പ്രാവശ്യം 18-ൽ 72, 5 8 0 80/4 20 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം. മോഹൻ 20,000 രൂപ 10% നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ബാങ്ക് അർദ്ധവാർഷികമായാണ് പലിശ കണക്കാക്കുന്നത് എങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ പലിശ ലഭിക്കും?
ഇവിടെ സാധാ പലിശയെന്നോ കൂട്ടുപലിശയെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇത് ക്യാൻസലാക്കും. ഇവിടെ കൂട്ടുപലിശയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 10% നിരക്കിൽ അർദ്ധവാർഷികമായിട്ട് 1 വർഷം. അങ്ങനെയെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ആ തന്നിട്ടുള്ള എമൗണ്ട് ഇൻറ്റു 20,000 ഇൻറ്റു 100ൽ 10% എങ്കിൽ അതിൻ്റെ പകുതി നിരക്കെടുക്കുക, അർദ്ധവാർഷികം ആയതുകൊണ്ട്, ഇൻറ്റു 100ൽ 5. ഇത് 2 പ്രാവശ്യം എന്തിനു എടുത്തെന്ന് ചോദിച്ചാൽ 1 വർഷത്തേക്കാണ് കണക്കാക്കുന്നത്. 1 വർഷത്തിൽ അർദ്ധവാർഷികം 2 തവണയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. 5 ഇൻറ്റു 5 ഈ 105 എഴുതേണ്ടത് കേട്ടോ. 100 + 5 105. അപ്പോൾ 105 ഇൻറ്റു 105 ഇൻറ്റു 2 അത് ചെയ്യുമ്പോൾ നമുക്ക് 22,050 എന്ന് ആൻസർ ലഭിക്കും. അതായത് മുതലും പലിശയും കൂടെ ചേർന്നത് നമുക്ക് പലിശ മാത്രം 2050 രൂപ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ എ എന്ന സ്ഥലത്ത് നിന്ന് മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേരുന്നു. തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗത്തിലും എത്തുന്ന യാത്രയിൽ 2 മണിക്കൂർ എടുത്തു എങ്കിൽ എയും ബിയും തമ്മിലുള്ള അകലം. അപ്പോൾ നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആണ് കണ്ടെത്തേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടി ഇൻറ്റു എസ്. നമുക്ക് സ്പീഡ് അറിയണം. അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡ് എടുക്കാനേ ആദ്യം സാധിക്കത്തുള്ളൂ. ആവറേജ് സ്പീഡ് എത്രയാണ് കണ്ടുപിടിക്കുക? 2ab / a + b. അപ്പോൾ 2 ഇൻറ്റു 45 ഇൻറ്റു 55 / 55 + 45 100. അപ്പോൾ ഇത് ആവറേജ് സ്പീഡായി. ഇനി നമുക്ക് ടൈം കൂടെ ഉണ്ടല്ലോ. ഇത് km/hലാണ്. അപ്പോൾ മണിക്കൂറിലും 2 എന്നെഴുതുക. 2 മണിക്കൂർ എടുത്തു എങ്കിൽ അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കാണണം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. ആ സ്പീഡ് നമുക്ക് എങ്ങനെ എഴുതാം? ആവറേജ് സ്പീഡാണ് ഇവിടെ എഴുതുന്നത്. അതിവിടെ ഒന്ന് ശ്രദ്ധിക്കുക. 2 ഇൻറ്റു 45 ഇൻറ്റു 55 / 100. നമുക്കിനി ക്രിയേറ്റ് ചെയ്യാം. 50 11 10 5 9. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി 9 ഇൻറ്റു 11 99 എന്ന് കിട്ടി. 99. ഈ 99 മീറ്ററാണ്, അല്ലെങ്കിൽ 99 കിലോമീറ്ററാണ്. ഈ 99 കിലോമീറ്റർ കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദൂരമാണ്. കാരണം നമ്മളിവിടെ ആവറേജ് സ്പീഡാണ് എടുത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണ് 99 മീറ്റർ. അങ്ങനെയെങ്കിൽ ഒരു ഡയറക്ഷനിൽ 99/2 49.5 കിലോമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം ലഘൂകരിക്കാനാണ്. അപ്പോൾ നമുക്കിതിനെ ആദ്യം 3ൻ്റെ ടേമിലാക്കാം. 9^2. അപ്പോൾ 9നെ 3ൽ എങ്ങനെ ആയിരിക്കും? 3 സ്ക്വയറാണ് 9. അപ്പോൾ ഈ 3 സ്ക്വയർ ഇൻറ്റു ഈ സ്ക്വയറും. അപ്പോൾ 3/4 എന്ന് എഴുതാം. അടുത്ത് 27നെ 3 ക്യൂബ് എന്ന് എഴുതാം. ⁻2 ഉണ്ടല്ലോ. അപ്പോൾ 3/2 2 3 6 എന്ന് എഴുതാം. ഇൻറ്റു 3/1 ബൈ 3/12. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? 3 കൂട്ടി എഴുതിയാൽ മതി. 6 4 10 10 11 11/3/12. അപ്പോൾ മേളിൽ 3 11 പ്രാവശ്യം, താഴെ 3 12 പ്രാവശ്യം. ബാക്കിയുള്ളത് 1/3 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സിലിണ്ടറിൻ്റെ വ്യാപ്തം 12,560 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് തരേണ്ടത്. ഉന്നതി 40 സെൻറ്റിമീറ്റർ ആയാൽ വ്യാസം എന്ത്? അപ്പോൾ ഇത് കറക്റ്റായിട്ട് പോയിൻ്റ് സംഖ്യകളൊക്കെ വരുന്നത്. എന്നാൽ നമുക്ക് ഗസ് വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം. സിലിണ്ടറിൻ്റെ വ്യാപ്തം എന്താണ്? πr²h. ഇവിടെ പൈക്ക് 3 എടുക്കുക.
കണക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 22/7 എടുക്കണം. നമുക്ക് വേഗത്തിൽ ചെയ്യാം, 3 ചെയ്യാം. അപ്പോൾ 3 × r² × 40 = 12560. അപ്പോൾ r² എങ്ങനെ കാണും? 12560/40 × 3 00. അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യുമ്പോൾ ഏകദേശം 101 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ r² ആണ് 101 കിട്ടുന്നത്. അപ്പോൾ r നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10 എടുക്കാം, √100. അപ്പോൾ 10 കിട്ടും. നമുക്ക് വ്യാസമാണ് ചോദിച്ചത്, അപ്പോൾ ഇരട്ടിയാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസറായി വരിക. അടുത്ത ക്വസ്റ്റ്യൻ 19, 20 ഡയറക്ഷൻ എങ്ങനെ നോക്കാം? 5, 10, 8, 11, 14, 14. അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നത്? ഒന്നിടവിട്ടുള്ള സംഖ്യകൾ നോക്കുക. 5, 3, 8, 8, 3, 11. ഇവിടെയെങ്കിലും എങ്ങനെ വരും? 10, 2, 12, 14 2 വീതം കൂടി. താഴെ അത് സീരീസ് 3 വീതം കൂടി, ഇത് 2 വീതം കൂടി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക, 12. അടുത്ത ചോദ്യം 14, 9, 5, 2. അപ്പോൾ 14 നിന്ന് 5 കുറച്ച് 9, 4 കുറച്ച് 5, 3 കുറച്ച് 2, അടുത്ത് 2 കുറയ്ക്കണം, 2 - 2 0. അപ്പോൾ ഇത്രയുമാണ് കണക്കിലെ ചോദ്യങ്ങൾ. ഇതിൽ ഒരു ചോദ്യമാണ് ക്യാൻസൽ ആകാൻ ചാൻസ് ഉള്ളത്. ബാക്കി ശതമാനത്തിലും പലിശ കണക്കിലും ഏതാണെന്ന് പറഞ്ഞിട്ടുമില്ല. ഈ 2 ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഇപ്പോഴും PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.